ഇന്നൊരു കണവത്തോരൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കണവ നന്നായിട്ട് വൃത്തിയാക്കി അതിങ്ങനെ ചെറിയ പീസുകളായിട്ട്, ഒരുപാട് ചെറുതാവണ്ട, പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് ഇത്രയും ചേർക്കണം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണേ. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാമേ. അത് വേകുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങ, വലിയ ജീരകം, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാമേ. ദേ ഇപ്പോൾ മനസ്സിലായോ ഞാൻ വെള്ളം ചേർക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വരും. ഇനി നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ കണവ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പിലേക്ക് ചേർത്ത് കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മളിനി ഇത് ചെറിയൊരു തീയിൽ അടച്ചു വെക്കണം. അപ്പോഴേക്കും നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് താളിപ്പ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.